Everyone is having a life, right? ആ ലൈഫിനെ ബ്യൂട്ടിഫുൾ ആക്കണോ, ആ ലൈഫിനെ നമുക്ക് ഡൗട്ട്ഫുൾ ആക്കണോ, ആ ലൈഫിനെ നമുക്ക് ഫിയർഫുൾ ആക്കണോ, എവറിത്തിങ് ഈസ് ഇൻ യുവർ ഹാൻഡ്, റൈറ്റ് സുധ? യു ആർ എ മോട്ടിവേറ്റർ ഫോർ മീ ഓൾസോ. അപ്പൊ ഇതുപോലെ നമ്മളാണ് ചിന്തിക്കേണ്ടത് നമ്മുടെ ലൈഫ് എങ്ങനെ കൊണ്ടുപോകണം. സോ wherever I go, that is a heaven for me till now, till this moment. Next moment is in Almighty's hand. By the grace of the Almighty നമുക്കത് നിശ്ചയിക്കാൻ പറ്റും. അപ്പൊ ഇന്നലെ യോഗാ ദിനം അങ്ങ് കഴിഞ്ഞതല്ലേ ഉള്ളൂ. അങ്ങ് തേരെ ആൾക്കാർ യോഗാ ദിനം അങ്ങ് ആചരിച്ചു. ഞാനപ്പോൾ യോഗയുടെ ഒരു പോസും കൂടി ഒന്ന് കാണിക്കട്ടെ. എനിക്ക് ഒരു 5 മിനിറ്റെങ്കിലും വേണം കേട്ടോ. പോസിനല്ല, പിന്നെ മട്ടാനും. യോഗയില് അതായത് ഞാനിപ്പോ 3 കാര്യം പറഞ്ഞു. ഫിയർ പാടില്ല, ടു മേക്ക് ഹെവൻ, ഡൗട്ട് പാടില്ല, അവിടെ നല്ല കാണില്ലല്ലോ, ഡൗട്ട് പാടില്ല എന്ന് പറഞ്ഞു. ഒപ്പം തന്നെ ഒരു കാര്യം ഞാൻ അതിലെടുത്ത് പറഞ്ഞില്ല, ജലസി ഓൾസോ ടേക്ക് ഇറ്റ് അവേ ഫ്രം യുവർ മൈൻഡ്. ഓക്കെ, ഈ 3 സാധനത്തിനെ പടിയിറക്കാൻ, ദാറ്റ് ഈസ് യുവർ എനിമീസ്. അതിനെ ഇറക്കണമെങ്കിൽ യു ഹാവ് ടു ബിക്കം യുവർ ഓൺ വാരിയർ. ആർ യു റെഡി? Are you ready? Become your own warrior, your thought. So that is the warrior person. So I am going one by one. Warrior 1 is there, warrior 2 is there, then humble is there, and the grateful warrior or peaceful one. And the uddesha warrior 1 is we are praying to the Almighty. Oh my God, and the God enike set cheythu enne oru firm idaakane. So let us go for warrior 1. Breathe in. Breathe out. Back. Breathe out. Breathe back. Breathe out. Warrior person മാത്രം breathe out ചെയ്യുമ്പോൾ നമ്മൾ സമസ്ഥിതിയിൽ. So ഇപ്പോൾ നമ്മൾ Almightyയുടെ blessings ഒക്കെ seek ചെയ്തു. Now we are going for setting our goal and the task. That is warrior 2. Breathe in. ഇതാണ് നമ്മളുടെ എനിമിയെ ഷൂട്ട് ചെയ്യാൻ നമ്മുടെ ഫിംഗർ ടിപ്സ്, ഈ പാം ആണ് നമ്മുടെ തോക്കാക്കി വെച്ചിരിക്കുന്നത്. ബ്രീത്ത് ഔട്ട്. Breathe in back. To the other side. Breathe out. ഈ ഒച്ചയൊന്നും ഉണ്ടാക്കണ്ട, ഞാൻ തമാശയും കൂടെ ആക്കുന്നുണ്ട്. Breathe in back. Breathe out. ഇനി വാറിയർ 3 ഉണ്ട്. അത് എനിക്ക് സപ്പോർട്ട് വേണം. സോ ഇവിടെ സപ്പോർട്ട് ഇല്ലാത്ത ഞാൻ കാണിക്കുന്നില്ല. വാറിയർ 3 നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കാണിക്കൊണ്ടിരിക്കുന്നതാണ്. അതാണ് ദ ഫൈനൽ ഗോൾ. അത് നമ്മൾ ഫൈനൽ തിങ്ങിനെ ഷൂട്ട് ചെയ്ത് കളയുന്ന ഒരു സംഭവമാണ്. സോ ഇത് നമ്മൾ നേടിയെടുത്തു. സോ enemies are gone, fear പോയി, doubt പോയി, jealousy പോയി. And jealousy is coming from comparison. Never ever go for comparison. We all are individuals. We are unique. We all are beautiful souls. I am a beautiful soul. We are powerful souls. We are happy souls. We are peaceful souls. ഈ 4 കാര്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. അപ്പോൾ സോ നൗ നമ്മൾ എനിമീസിനെ ഇറക്കി വിട്ടു. സോ ഐ എം ഗോയിങ് ടു ബിക്കം ഹംബിൾ ടു ദി മദർ, ദാറ്റ് ഈസ് നേച്ചർ. ബ്രീത്ത് ഇൻ. എളുപ്പമായത്. ബ്രീത്ത് ഔട്ട്. ബൗ ദ നേച്ചർ. Drop your head out. Breathe out. The 4th one now I am going to show is peaceful warrior or grateful warrior. Again we are feeling grateful to the Almighty. Let's go. Breathe in. ഈ കാല് പോണത് കാണിക്കാനാണല്ല, ഈ കാല് ഇങ്ങനെ വരുമ്പോൾ മറ്റേ കാലം അങ്ങനെ. Breathe out. ഇതാണ് യോഗയുടെ സംഭവം. യോഗ ഇസ് ദ യൂണിയൻ ഓഫ് ബോഡി, മൈൻഡ് ആൻഡ് സോൾ. ഞാനിവിടെ വന്നപ്പോഴേ പറഞ്ഞു, ആരോ ചോദിച്ചത് നമുക്ക് എന്താ ഉള്ളത്. ഓക്കെ, നമുക്കുള്ളതാണ് നമ്മുടെ ഈ ശരീരം. നിങ്ങൾ സുമചേച്ചിയെ ഓർത്തു കഴിഞ്ഞാൽ ഈ സുമചേച്ചിയല്ലേ ഓർക്കുള്ളൂ. നിങ്ങൾ സീനത്ത് മാഡത്തിനെ ഒന്നും ഓർക്കൂലല്ലോ, അത് സീനത്ത് മാഡം. സോ ദ ബോഡി ഈസ് അവർ ഓൺ. സോ ടേക്ക് കെയർ ഓഫ് യുവർ ബോഡി. Take care of your mind. The mind is monkey sometimes, right?
സോ ആ മങ്കി മൈൻഡിനെയും ബോഡിയെ ടേക്ക് കെയർ ചെയ്യുമ്പം ഓൾമൈറ്റി നമുക്ക് തന്നിരിക്കുന്ന സുപ്രീം സോളിൻ്റെ ആ ചൈതന്യം, ദ സോൾ ഇൻ us, that will be free. Otherwise, we are keeping the soul, we are making the soul under arrest. Think, sometimes I am also, ഇങ്ങനെ നമ്മൾ പറയുന്നെങ്കിലും സംടൈംസ് നമുക്കൊരു പ്രത്യേക സിറ്റുവേഷൻ വരുമ്പോൾ എൻ്റെ സോളിനെ ഞാൻ അറസ്റ്റ് ചെയ്തിടുമ്പോൾ ദ സോൾ ഇസ് നോട്ട് ഫ്രീ ടു വർക്ക്. അതങ്ങനെ ഒരു കാര്യം. ഇനി 12 മക്കളെ പെറ്റൊരമ്മേ. എനിക്ക് എത്ര കുട്ടികളുണ്ടെന്ന് ആർക്കെങ്കിലും അറിയുമോ? 2 മോളിയാ പറഞ്ഞു, കൊച്ചുകുട്ടി മോളി പറഞ്ഞു. ഈ 12 മക്കളെ പെറ്റ അമ്മയെന്ന് പറയുന്നത് 12ാമത്തെ പുസ്തകം ഇതാ 10 ദിവസം മുൻപ് റിലീസായി, പബ്ലിഷ്ഡായി. ആൻഡ് ഓൾ മൈ ബുക്സ് ആർ ഓൾമോസ്റ്റ് ഓൾ ആർ റിലേറ്റഡ് ടു ലൈഫ് സ്റ്റൈൽ. എനിക്ക് ഈ പൈങ്കിളിയൊന്നും പണ്ടേ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. ഈവൻ എൻ്റെ കുക്കറി ബുക്ക് എടുത്താലും ചേനത്തണ്ടും ചേമ്പിൻ താളും മുരിങ്ങയിലയും തഴുതാമയും തകരയും ഒക്കെ അതിനകത്ത് കയറിക്കൂടി. ഒപ്പം എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ, നോൺ വെജും എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞു എന്ന് വെച്ചാൽ അത് മാത്രമെന്ന് വിചാരിച്ച് മേടിക്കാതിരിക്കേണ്ട. അപ്പം ഒരു പുസ്തക രചനയെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ഒരു കുഞ്ഞുവാവെ പ്രസവിക്കുന്ന പോലെ. ഒരു പുസ്തകം ഒന്നും ഒരു പകലിൽ എഴുതി രാത്രി കൊണ്ടൊന്നും തീരില്ല. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി എഴുതിയ ഒരു പുസ്തകമുണ്ട്, ദാറ്റ് ഈസ് എ റെഫറൽ ഗ്രന്ഥം.